ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി റെസിപ്പി കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ എന്നെ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ പ്രഷർ കുക്കറിൽ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറുതായിട്ട് ക്യാരറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ ഒരു 2 പഴം കൂടെ എടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ നമുക്ക് റോബസ്റ്റ പഴം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പഴം കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതിയാകും. അപ്പോൾ റോബസ്റ്റ പഴമാണ് ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു ഷേക്ക് തയ്യാറാക്കാൻ. പിന്നെ നേന്ത്രപ്പഴം എടുത്തിട്ട് ഈ ഒരു ഷേക്ക് തയ്യാറാക്കരുത് കേട്ടോ, ആ ഒരു ടേസ്റ്റ് നമുക്ക് പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പഴമൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴവും ക്യാരറ്റും നമുക്കൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് എടുക്കുന്നത് കാഷ്യൂ നട്ടാണ്. ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഷേക്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാഷ്യൂ നട്ടിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ബൈറ്റ്സ് കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഏലക്കയാണ് ചേർത്ത് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതല്ല ഏതൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കുകയാണെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അതിന് നല്ല ഒരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏലക്ക ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത്രയും പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം നല്ല മധുരമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല തണുപ്പിച്ചിട്ടുള്ള 3 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാല് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ട് അങ്ങനെയും അടിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൽ വേറെ നമുക്ക് കുറച്ച് ഐസ്ക്രീമോ കോൺഫ്ലെക്സോ ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ മിസ്സാവാതെ കിട്ടാൻ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്